നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ നാം ഒറ്റയ്ക്കാണോ എന്ന ചോദ്യം മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽക്കേ കൂടെയുള്ളതാണ്. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും കൃത്യമായ ഒരു ഉത്തരം ലഭിക്കാത്ത ഈ പ്രഹേളികയെക്കുറിച്ച് ലോകപ്രശസ്ത ആസ്ട്രോഫിസിസ്റ്റ് നീൽ ഡെഗ്രാസ് ടൈസൺ തൻ്റെ പുതിയ പുസ്തകമായ ടേക്ക് മീ ടു യുവർ ലീഡർ പെർസ്പെക്റ്റീവ് ഓൺ യുവർ ഫസ്റ്റ് ഏലിയൻ എൻകൗണ്ടർ എന്ന കൃതിയിലൂടെ പുതിയൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അന്യഗ്രഹ ജീവികളുമായുള്ള ആദ്യ കൂടിക്കാഴ്ച എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു പെരുമാറ്റച്ചട്ടം അഥവാ എറ്റിക്കറ്റഡ് ഗൈഡ് ആണ് ടൈസൺ തൻ്റെ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. കേവലം ഒരു ശാസ്ത്ര പുസ്തകം എന്നതിലുപരി ഭാവനയും ശാസ്ത്രീയ സത്യങ്ങളും പോപ്പ് സംസ്കാരവും ഇഴചേർന്നൊരുക്കിയ ഈ കൃതി മനുഷ്യൻ്റെ അന്യഗ്രഹ ജീവികളോടുള്ള മനോഭാവത്തെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. അന്യഗ്രഹ ജീവികൾ എന്ന ചിന്ത ടൈസനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയമല്ല, മറിച്ച് ദീർഘകാലമായുള്ള ഒരു സ്വപ്നമാണ്. ഒരു ഏകാന്തമായ രാത്രിയിൽ ബഹിരാകാശത്ത് നിന്ന് എത്തുന്ന പ്രകാശവലയത്തിലൂടെ താൻ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകപ്പെടുന്ന സാഹചര്യം അദ്ദേഹം പലപ്പോഴും ഭാവനയിൽ കാണാറുണ്ട്. ഇത്തരം ചിന്തകൾ കേവലം സ്വപ്നങ്ങൾ മാത്രമായാൽ പോലും അവ നമ്മുടെ ലോകത്തെക്കുറിച്ചും മനുഷ്യ നാഗരികതയുടെ ഭാവിയെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ച നൽകാൻ സഹായിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഹഡൻ പ്ലാനറ്റ് എർത്തിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ ടൈസൺ തൻ്റെ പ്രതിഭ ഉപയോഗിച്ച് ക്വാണ്ടം ഫിസിക്സിനെ സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ലളിതവൽക്കരിക്കുകയാണ് ചെയ്തത്. ഈ പുസ്തകത്തിൽ സ്റ്റീഫൻ ജെ ഗോൾഡ് പോലെയുള്ള ശാസ്ത്രജ്ഞരുടെ ആശയങ്ങൾ മുതൽ റിക് ആൻഡ് മോർട്ടി പോലുള്ള ആനിമേഷൻ പരമ്പരകളും കാറ്റി പെറിയുടെ വരികളും വരെ കടന്നു വരുന്നുണ്ട്. ഭൂമിയിലെത്തുന്ന അന്യഗ്രഹ ജീവികൾ മനുഷ്യരെക്കാൾ ഭൗതികമായി ഏറെ മുന്നിലായിരിക്കുമെന്നാണ് ടൈസന്റെ ഉറച്ച നിലപാട്. ഒരു ചിമ്പാൻസിയെ ഗുണന പട്ടിക പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയായിരിക്കും അന്യഗ്രഹ ജീവികൾക്ക് മുന്നിൽ മനുഷ്യൻ്റെ ബുദ്ധിശക്തി എന്ന് അദ്ദേഹം പരിഹസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹോളിവുഡ് സിനിമകളിൽ കാണുന്നത് പോലെ അന്യഗ്രഹ പേടകങ്ങൾക്ക് നേരെ തോക്കുകൾ ചൂടുന്നത് തികഞ്ഞ വിഡ്ഢിത്തമാണെന്നും അവർക്ക് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കരുത്തരായിരിക്കുമെന്നും അദ്ദേഹം ഓർപ്പിക്കുന്നു. അവരുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ കൈ കൊടുക്കുന്നതോ കൈകൾ വീശി അഭിവാദ്യം ചെയ്തതോ ആയ പതിവ് ശീലങ്ങൾ ഒഴിവാക്കണമെന്നും ടൈസൺ നിർദ്ദേശിക്കുന്നു. അവരുടെ പെരുമാറ്റ രീതികളെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കുന്നത് വരെ നമ്മുടെ ശീലങ്ങൾ പുറത്തെടുക്കാതിരിക്കുകയായിരിക്കും ബുദ്ധി. അന്യഗ്രഹ ജീവികളുമായി ആശയവിനിമയം നടത്താൻ ഭൂമിയിലെ ഭാഷകളേക്കാൾ ശാസ്ത്രീയ തത്വങ്ങൾക്കായിരിക്കും കൂടുതൽ സഹായിക്കുക എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. പ്രകാശവേഗത, ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ, ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തങ്ങൾ എന്നിവ പ്രപഞ്ചത്തിലുടനീളം ഒരുപോലെ പ്രവർത്തിക്കുന്നവയാണ്. നമ്മുടെ പീരിയോഡിക് ടേബിൾ അഥവാ മൂലകങ്ങളുടെ പട്ടിക പോലും അവർ തിരിച്ചറിഞ്ഞേക്കാം. അവരുടെ ശരീരഘടനയെക്കുറിച്ചും ടൈസന് വ്യക്തമായ ശാസ്ത്രീയ നിഗമനമുണ്ട്. അവർ വളരെ ചെറുതോ അതീവ ഭീമാകാരന്മാരോ ആകാൻ സാധ്യതയില്ല. ശരീരം താങ്ങാൻ കഴിയാത്തത്ര ഭാരമുള്ളവരാണെങ്കിൽ അവർക്ക് നിലനിൽക്കാനാവില്ല. അതേസമയം പേടകങ്ങൾ നിർമ്മിക്കാൻ കഴിയാത്തത്ര ചെറുതുമാകില്ല. ഊർജ്ജതന്ത്രത്തിൻ്റെ നിയമങ്ങൾ ഏലിയനുകളുടെ വലുപ്പത്തെയും ആകൃതിയും പരിമിതപ്പെടുത്തുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. സമീപകാലത്ത് US പെൻറ്റഗൺ പുറത്തുവിട്ട UFO ഫയലുകളും അന്തരീക്ഷ തലത്തിൽ അന്യഗ്രഹ ജീവികളെക്കുറിച്ച് നടക്കുന്ന ഗൗരവകരമായ ചർച്ചകളുമാണ് ഇത്തരമൊരു പുസ്തകം എഴുതുവാൻ ടൈസനെ പ്രേരിപ്പിച്ചത്. രാഷ്ട്രീയമായി വലിയ ഭിന്നതകൾ നിലനിൽക്കുന്ന അമേരിക്കൻ കോൺഗ്രസിൽ പോലും UFO വിഷയത്തിൽ ഇരുവിഭാഗങ്ങൾ ഒരേ താല്പര്യം പ്രകടിപ്പിച്ചത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ശാസ്ത്രജ്ഞൻ്റെ കൃത്യതയും ഒരു എൻ്റർടൈൻമെൻറ്റ് ആകർഷണീയതയും ഒത്തുചേരുന്ന ടൈസന്റെ ശൈലി ഈ പുസ്തകത്തെ വേറിട്ട് നിർത്തുന്നു. ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ആ സംഘർഷങ്ങൾക്കും കുഴപ്പങ്ങൾക്കുമിടയിൽ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ഈ ആലോചനകൾ നമ്മളെല്ലാവരും ഒരേ ഗ്രഹത്തിലുള്ള നിവാസികളാണെന്ന ബോധം വളർത്താൻ സഹായിക്കുമെന്ന് ഈ പുസ്തകത്തിൻ്റെ പ്രസാധകരും പ്രത്യാശിക്കുന്നു. മനുഷ്യനിലെ ജിജ്ഞാസയും ഭാവനയും ഒരുപോലെ ഉണർത്തുന്ന ഈ കൃതി പ്രപഞ്ചത്തിലേക്കുള്ള ഒരു പുതിയ ജാലകമാണ് തുറന്നിടുന്നത്. വെബ് ഡെസ്ക് തത്വമൈ TV.